ക്രിസ്ത്യാനികളുടെ അടുത്ത് ഇവരെടുത്തുള്ള സ്ട്രാറ്റജി അപ്പോൾ കുര്യനെ പോലെ അനൂപ് ആന്റണിയെ പോലെ ജന്മനാ BJP-ക്കാരായ കുറച്ച് ആളുകളുണ്ട്. അവർക്ക് ബെറ്റർ പ്ലേസ്മെൻറ്റുകളൊക്കെ കൊടുത്തു. പിന്നെ ഈ ക്രിസ്ത്യാനികളുടെ ഒരു കാര്യം വെച്ചാൽ ഈ മോഡേണിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള അധികാര കേന്ദ്രങ്ങൾ എങ്ങനെ നന്നായി ആക്ട് ചെയ്യാമെന്ന് ഇവർക്ക് അറിയാം. അതൊരു അടവാണല്ലോ. അതിൽ കുര്യൻ ഭയങ്കര മിടുക്കനാണ്. വളയാനും പുളയാനും ചാടാനും വളയാനൊക്കെ കുര്യൻ നല്ല ഫെസിലിറ്റേറ്ററാണ് ഡൽഹിയിൽ. അതുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഒരു മാസ് ആയിട്ട് വോട്ട് BJP-ക്ക് അനുകൂലമായി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പോൾ അവിടെ BJP എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത് തന്നെയായിരിക്കും അവസ്ഥ എന്ന് അവർക്കറിയാം. അവിടെയാണ് ഒരു ക്രിസ്ത്യൻ ലീഡർഷിപ്പുള്ള ഒരു പാർട്ടി മുന്നണിയിലേക്ക് വന്നാൽ ഒരു പക്ഷേ, കാരണം അവർ വോട്ട് ചെയ്യുന്ന താമരയ്ക്കല്ലല്ലോ, ഈ പാർട്ടിക്കാണല്ലോ. ഈ പാർട്ടിയാണെങ്കിൽ ഒരു പുതിയ ഭാവുകത്വമൊക്കെ മുന്നോട്ട് വെക്കുന്നത് ന്യൂ ജനറേഷൻ, പേര് തന്നെ 2020 ഉണ്ട്. 2020 ജോഷി സാറിൻ്റെ സിനിമയുടെ പേരാണ്. അങ്ങനെയുള്ളൊരു പാർട്ടിയാണ്. അപ്പോൾ അമേരിക്കയിലൊക്കെ അങ്ങനെയുള്ള യൂറോപ്പിലൊക്കെ അത്തരം പാർട്ടിയുണ്ട്, ഗ്രീൻ പാർട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാർട്ടിയാണ്. അല്ലാണ്ട് ഇൻ്റർനാഷണൽ പ്രോഗ്രസീവ് ഓർഗനൈസേഷൻ രാഷ്ട്രീയ പാർട്ടി പേര് കൊടുക്കണമെന്നില്ല. പേര് നിങ്ങൾക്ക് എന്തും കൊടുക്കാം. അങ്ങനെ പേരാണ് 2020 എന്നുള്ളത്. അപ്പോൾ 2020-യെ ഇതുവരെ BJP-യിലേക്ക് കൊണ്ടുവരാൻ ഇവർക്കാർക്കും പറ്റിയിരുന്നില്ല. രാജീവ് കൊണ്ടുവന്നെന്നുള്ളത് രാജീവിൻ്റെ വിജയമാണ്. അപ്പോൾ അത് ഞാൻ കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, രാജീവ് ഈ പറയുന്ന ഈ രീതിയിൽ വോട്ട് ബാങ്ക് വൈഡർ ചെയ്യാനുള്ള ശ്രമത്തിലാണ് എന്ന് തോന്നുന്നു. അതായത് BJP അകന്ന് നിൽക്കുന്ന എന്നാൽ മറ്റു രാഷ്ട്രീയ പാർട്ടിയോട് യോജിക്കാൻ പറ്റാത്ത ഒരുപാടാണ്. അത് നല്ല പങ്കും ക്രിസ്ത്യാനികളാണ്. നിലവിലുള്ള ശിക്ഷ ക്രിസ്ത്യാനിക്ക് പ്രായോഗിക ബുദ്ധി കൂടുതലാണ്. മതമായിട്ട് ബന്ധപ്പെട്ട വലിയ ഇമോഷൻസ് ഒന്നുമില്ല. അത് മുസ്ലിമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അവർക്ക് മതമായിട്ട് ബന്ധപ്പെട്ട ഇമോഷൻസ് ഉള്ളൂ, അല്ലാതെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അവരെ ആ കൂട്ടത്തിൽപ്പെട്ട കുറച്ച് ആളുകളെ BJP-യെ പരിചയപ്പെടുത്താൻ വേണ്ടി അവസരമായിട്ടാണ് ഈ 2020 ആയിട്ടുള്ള ബന്ധത്തെ ഞാൻ കാണുന്നത്. ഇത് മുമ്പ് അവർക്ക് പേ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ BDJS-ന് എന്തൊക്കെ പോരായ്മകളുണ്ടെങ്കിലും BDJS ആയിട്ടുള്ള സഖ്യ ഈഴവരുടെ ഇടയിൽ ഇൻട്രോഡ് ഉണ്ടാക്കാൻ BJP സഹായിച്ചിട്ടുണ്ട്. കാരണം അതൊരു ഈഴവരുടെ പക്ഷത്തിൽ നിന്ന് നായർ പാർട്ടിയായിരുന്നു എന്നുള്ളത് അത് മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത് പക്ഷേ ഇപ്പോൾ ഈഴവ വോട്ട് അതിൻ്റെ സാച്ചുറേഷൻ പോയിന്റിലാണ്. പിന്നെ BDJS-നെ നേഴ്സ് ചെയ്തിട്ടില്ല എന്നുള്ള പ്രശ്നമുണ്ട്. BDJS-നെ നേഴ്സ് ചെയ്തെന്ന് വെച്ചാൽ അത് BJP-യും അർഹിക്കുന്ന പരിഗണന കൊടുത്തില്ല. BDJS-നെ വളർത്തിക്കൊണ്ടുവരാൻ തുഷാർ ശ്രമിച്ചിട്ടില്ല. തുഷാർ വണ്ടിക്ക് നടക്കുന്നല്ല, ഒരു പാർട്ടി ഉണ്ടാക്കി വളർത്തിക്കൊണ്ടുവരാത്ത ചില കാര്യമൊന്നുമല്ല. അതിന് SNDP കൊണ്ടു നടക്കുന്ന പോലെ ഒരു പാർട്ടി കൊണ്ടു നടക്കാൻ പറ്റില്ല. അതിൽ തുഷാറിനും പരാജയമുണ്ട്. തോറ്റു കഴിഞ്ഞാലും പാർട്ടിയെ ശക്തമായി നിലനിർത്താനുള്ള ശ്രമം വേണം. നിങ്ങൾ ജയിച്ചിട്ട് അന്ന് ഒരു ദിവസം വന്ന് അന്നപ്പം തന്നെ ഇലക്ഷന് ജയിക്കാൻ നിങ്ങളാര്? കോൺഗ്രസ് എത്ര ഇലക്ഷൻ തോറ്റിട്ട് ജയിച്ചത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്ര ഇലക്ഷൻ തോറ്റിട്ട് ജയിച്ചത്? നിങ്ങൾ ആം ആദ്മി പാർട്ടി. ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലം ഉണ്ട് ആ BDJS-ന്. പക്ഷേ BDJS-ൻ്റെ കാര്യത്തിൽ ഈഴവ വോട്ട് എങ്ങനെ സ്വാധീനിക്കാമെന്നുള്ള BJP-യുടെ ശ്രമം വലിയ തോതിൽ വിജയമായിരുന്നു. അത് സത്യമാണ്.